ഞാൻ എപ്പോഴൊക്കെ യൂട്യൂബിന്റെ കാര്യങ്ങൾ, അതായത് യൂട്യൂബിന്റെ റീച്ച്, യൂട്യൂബിന് കിട്ടുന്ന ഇൻകം, യൂട്യൂബിൽ എങ്ങനെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്താം, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെയുള്ള വീഡിയോസ് എപ്പോൾ ചെയ്താലും എനിക്ക് കുറേ വീണ്ടും വീണ്ടും മല പോലെ വീണ്ടും ക്വസ്റ്റ്യൻസ് വരും, സംശയങ്ങൾ ഒരുപാട് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈയിടെയായിട്ട് എനിക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ചേച്ചി ഷോർട്സ് മാത്രമല്ലേ ഇടാറുള്ളൂ, ലോങ് വീഡിയോസ് ഒട്ടും ചെയ്യാറില്ല, അപ്പൊ എന്തെങ്കിലും ഇൻകം കിട്ടുമോ എന്നൊക്കെ. ഉറപ്പായിട്ടും ഇൻകം കിട്ടും. ഷോർട്സ് മാത്രം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താലും നിങ്ങൾക്ക് ഇൻകം കിട്ടും. അതായത് ഇപ്പൊ എന്റെ ഇൻകം എത്രയാണ് കുറെ പേര് എന്നോട് മെയിൽ അയച്ചും DM ഒക്കെ ചെയ്ത് ചോദിക്കാറുണ്ട്. എനിക്കങ്ങനെ ഇൻകം ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം യൂട്യൂബിന്റെ ഇൻകം ഫ്ലെക്സിബിൾ ആണ്. ഓരോ മന്തും ആണ് നമുക്ക് ഇൻകം കയറുക, ഓരോ മന്തും ഡിഫറെന്റ് ആണ്. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നത് ഉറപ്പായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഒരു അനാലിസിസ് നോക്കുമ്പോൾ എനിക്ക് മന്ത്ലി ആണല്ലോ നമുക്ക് ഇൻകം വരിക. അപ്പോൾ ഒരു 6 ഫിഗർ ഇൻകം ആണ് മന്ത്ലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചാനൽ നോക്കുകയാണെങ്കിൽ മാത്രമാണ് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി മോട്ടിവേഷൻ തരുമോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് മോട്ടിവേഷനാണ് തരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. കാരണം നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്ന ഒരു കാര്യം ആണിത്. അത് ചെയ്താൽ അത്യാവശ്യം എമൗണ്ട് കയ്യിൽ വരും എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് ഒരു മോട്ടിവേഷൻ വേണ്ടതെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ഇപ്പൊ പറയുവാണെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫ് ഉണ്ടല്ലോ, ഞാൻ 2022 മുതൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഇൻകത്തിനേക്കാൾ ഒരുപാട് മുകളിലാണ് യൂട്യൂബിൽ നിന്ന് എനിക്ക് മാസം കിട്ടുന്ന വരുമാനം. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ഡ്രീമിനനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റുന്നത് യൂട്യൂബ് ഏർണിങ്സ് ഉള്ളതുകൊണ്ടാണ്. എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ എൻ്റെ ഏർണിങ്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ മുട്ടി മൂളി നമ്മൾ പോകില്ലേ, അങ്ങനെ പോകാൻ പറ്റുള്ളൂ. യൂട്യൂബ് തുടങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്പോട്ടിൽ തുടങ്ങുക. കൂടുതൽ യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്തുനിന്ന് എല്ലാവർക്കും ഒരു നല്ലതുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഏതൊരു മേഖല എടുത്ത് നോക്കിയാലും നല്ല ആൾക്കാരുണ്ടാവും, ചീത്ത ആൾക്കാരുണ്ടാവും. യൂട്യൂബിൽ അങ്ങനെ തന്നെ, അതായത് മാന്യമായിട്ട് വീഡിയോസ് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ നമുക്ക് തോന്നിയ രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഏതാവണം എന്നൊക്കെ ഉള്ളത് അവനവന്റെ പേഴ്സണൽ പ്രിഫറൻസും അവനവന്റെ ഒരു സംസ്കാരം അനുസരിച്ചിരിക്കും. ഇനി ഇതിക്കുള്ളൊന്നും മോട്ടിവേഷൻ തരാനില്ല. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0 ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാം. നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു ഫോൺ ഉണ്ടാവും. ആ ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് ലോ ക്വാളിറ്റി ആണെങ്കിൽ പോലും വീഡിയോസ് തുടക്കത്തിൽ അങ്ങനെയൊക്കെ മതി. ഇപ്പം ഞാൻ 4 വർഷം മുന്നേ വാങ്ങിച്ച ട്രൈപോഡാണ് എൻ്റെ ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ 0 ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരു മാർഗം തന്നെയാണ് യൂട്യൂബ്. അതിനകത്ത് ഒരു സംശയമില്ല. ഇപ്പൊ എൻ്റെ 2 സിസ്റ്റേഴ്സും ഞാൻ ചാനൽ തുടങ്ങി ആ ഒരു മോട്ടിവേഷനിൽ തുടങ്ങിയതാണ്. 2 പേർക്കും മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ പറ്റും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോട്ടോ.